കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. എത്ര എത്ര രഘുനാഥകീർത്തനം തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമതരാക്ഷസാന്തകം. ഗുരുവായൂരപ്പ, നമ്മൾ കിഷ്കിന്ധാകാന്ഡം 1-ാം സർഗം 28-ാമത്തെ ശ്ലോകം കഴിഞ്ഞാണ് നിർത്തിയത്. അപ്പോൾ ഹനുമാൻ അവനവൻ്റെ ഒരു ബ്രഹ്മചാരിയായിട്ടാണല്ലോ വന്നത്, വടു ആയിട്ട്. അപ്പോൾ അതൊക്കെ മാറ്റി സ്വന്തം വാനര സ്വരൂപം കൈക്കൊണ്ട് ശ്രീരാമനോട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും എൻ്റെ തോളിൽ കയറിയിരുന്നോളൂ. ബാലിയെ പേടിച്ചിട്ട് മന്ത്രിമാരോട് കൂടി സുഗ്രീവൻ ഇരിക്കുന്ന ആ പർവ്വതത്തിൻ്റെ ആ മുകളിലേക്ക്, ആ ശിഖരത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീരാമനും ലക്ഷ്മണനും ശരി പറഞ്ഞ് ഹനുമാൻ്റെ തോളിൽ കയറിയിരുന്നു എന്ന് പറഞ്ഞ് നിർത്തി നമ്മളല്ലേ. ഈ 3 ശ്ലോകം ഒന്നിച്ചാണ് 29, 30, 31. ഉൽപ്പപാതഗിരേർമൂർധ്നി ക്ഷണാദേവ മഹാകവി വൃക്ഷഛായാം സമാശ്രിത്യ സ്ഥിതൗ തൗ രാമലക്ഷ്മണൗ ഹനുമാനപി സുഗ്രീവമുപഗമ്യ കൃതാഞ്ജലി വേതുതേ ഭയമായാതൗ രാജൻ ശ്രീരാമലക്ഷ്മണൗ ശീഘ്രമുത്തിഷ്ഠ രാമേണ സഖ്യം തേ യോജിതം മയാ അഗ്നിം സാക്ഷിണമാരോപ്യ തേന സഖ്യം ദ്രുതം കുരു. ക്ഷണാത് ഏവ മഹാകവിഃ ഗിരേ മൂർധ്നി ഉൽപ്പപാത. പെട്ടെന്ന് ക്ഷണാത്മന് പെട്ടെന്ന് ആ മഹാനായിട്ടുള്ള മഹാകവീച്ച ഇവിടെ ഹനുമാനെ ഗിരിയുടെ മൂർധാവിൽ ഉൽപ്പതിച്ച് ഒറ്റച്ചാട്ടം ഇവരെയും എടുത്തും കൊണ്ട് ആ പർവ്വത ശിഖരത്തിലെത്തി. അതാണ് മഹാനായിട്ടുള്ള ഹനുമാൻ. എന്തൊരു ശക്തിയല്ലേ. രാമലക്ഷ്മണ വൃക്ഷഛായാം ഉപാശ്രിത്യ സ്ഥിതവും. രാമലക്ഷ്മണന്മാരെ ഒരു വൃക്ഷത്തിൻ്റെ തണലിൽ നിർത്തി. അവിടെ നല്ലൊരു വലിയ മരത്തിൻ്റെ തണലിൽ അവരെ നിർത്തി. ഹനുമാനും സുഗ്രീവം ഉപഗമ്യ. ഹനുമാൻ സുഗ്രീവൻ്റെ അടുത്തേക്ക് പോയി ഇവരെ മരത്തണലിൽ നിർത്തിയിട്ട് കൃതാഞ്ജലി, അതായത് കൈ കൂപ്പിയിട്ട് പറഞ്ഞു, രാജൻ തേ ഭയം വേദു. രാജാവേ, അങ്ങക്ക് ഒരു ഭയവും വേണ്ട, അങ്ങയുടെ ഭയം ദൂരെ പോകട്ടെ എന്ന്. അങ്ങയുടെ ഭയപ്പെടണ്ട. ശ്രീരാമലക്ഷ്മണവും ആയാതോ. ശ്രീരാമലക്ഷ്മണന്മാർ വന്നിരിക്കുന്നു. ശീഘ്രം ഉത്തിഷ്ഠ, വരൂ, വേഗം വരൂ. രാമേണ തേ സഖ്യം മയാ യോജിതം. രാമനോട് അങ്ങയ്ക്ക് സഖ്യം, ശ്രീരാമലക്ഷ്മണന്മാരെ അങ്ങയോട് സഖ്യം ചെയ്യാമെന്ന് അതൊക്കെ ഞാൻ ഏർപ്പാടാക്കിയിരുന്നു, അല്ലെങ്കിൽ ഞാൻ അത് അറേഞ്ച് ചെയ്തു. അങ്ങനെ ചെയ്യണം എന്നൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അഗ്നിം സാക്ഷിണം ആരോപ്യ. അഗ്നിയെ സാക്ഷിയാക്കിയിട്ട് തേന സഖ്യം ദ്രുതം കുരു. അഗ്നി സാക്ഷിയായിട്ട് സഖ്യം നിങ്ങൾ ചെയ്യൂ. അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ വേണ്ടച്ച സഹായം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് മിത്രങ്ങളാണ് പറഞ്ഞ് സഖ്യം ചെയ്യാൻ കേട്ടോ. അപ്പോൾ രാമലക്ഷ്മണന്മാരെ തോളിൽ ഏറ്റിയിട്ട് ആ മഹാകവിയായിട്ടുള്ള ഹനുമാൻ ഒരൊറ്റ ചാട്ടം കൊണ്ട് പർവ്വതശിഖരത്തിലെത്തി. എന്നിട്ട് ഇവരെ ഒരു മരത്തണലിൽ നിർത്തിയിട്ട് വേഗം ഹനുമാൻ സുഗ്രീവൻ്റെ അടുത്ത് പോയിട്ട് വന്നു. ആരാ വന്നെന്ന് അറിയോ? ശ്രീരാമലക്ഷ്മണന്മാരാണ്. ഒന്നും പേടിക്കാനില്ല. അവരങ്ങായിട്ട് സഖ്യം ചെയ്യും. ബാലിയെ തോൽപ്പിക്കാനും അങ്ങയുടെ അദ്ദേഹത്തിൻ്റെ പുത്രൻ നിങ്ങൾ തുല്യ ദുഃഖിതരാണ്. അതുകൊണ്ട് ഞാൻ സഖ്യമൊക്കെ ഏർപ്പാടാക്കിയിരുന്നു. വേഗം നീക്കൂ, എന്നിട്ട് നമുക്ക് അഗ്നിസാക്ഷിയായിട്ട് ശ്രീരാമനോട് സഖ്യം ചെയ്യൂ എന്ന് പറഞ്ഞു. അപ്പം ഉൽപ്പപാത ഗിരേർമൂർധ്നി ക്ഷണാദേവ മഹാകവി വൃക്ഷഛായാം സമാശ്രിത്യ സ്ഥിതൗ തൗ രാമലക്ഷ്മണൗ ഹനുമാനപി സുഗ്രീവമുപഗമ്യ കൃതാഞ്ജലിഃ വേതുതേ ഭയമായാതൗ രാജൻ ശ്രീരാമലക്ഷ്മണൗ ശീഘ്രമുത്തിഷ്ഠ രാമേണ സഖ്യം തേ യോജിതം മയാ അഗ്നിം സാക്ഷിണമാരോപ്യ തേന സഖ്യം ദ്രുതം കുരു. സാധാരണ അഗ്നിസാക്ഷിയായിട്ടാണല്ലോ നമ്മൾ ഈ വിവാഹത്തിന് നിശ്ചയമടക്കം അങ്ങനെയല്ലേ, വിളക്ക് കൊളുത്തിയിട്ടല്ലേ ചെയ്യുള്ളൂ.
അഗ്നിയാണ് സാക്ഷി, അങ്ങനെയാണല്ലോ. അപ്പോൾ അതുപോലെ ചെയ്തോളൂ പറഞ്ഞു. തതോദിഹർഷാൽ സുഗ്രീവ സമാഗമ്യ രഘുത്തമം വൃക്ഷശാഖാം സ്വയം ചിത്വാ വിഷ്ടരായ ദദൗ മുദ. തഥാ സുഗ്രീവ, അപ്പോൾ സുഗ്രീവനോ അതിഹർഷാത് രഘുത്തമം സമാഗമ്യ, സന്തോഷമായിട്ട് ശ്രീരാമനെ അടുത്തേക്ക് വന്നിട്ട് വൃക്ഷശാഖാം സ്വയം ചിത്വ, വൃക്ഷശാഖയെ തന്നെ താൻ തന്നെ ഒരു മരക്കഷ്ണം വിറകൊക്കെ പൊട്ടിച്ചെടുത്ത് വിഷ്ടരായ മുദ ദദൗ, ആസനമായി സന്തോഷത്തോടെ ദാനം ചെയ്തു. അതായത് നല്ലൊരു മരക്കമ്പൊക്കെ പറിച്ചെടുത്ത് ഭഗവാന് ഇരിക്കാൻ ഒരാസനം കൊടുത്തു. നിൽക്കുകയാണല്ലോ വൃക്ഷത്തണലിൽ, അപ്പോൾ ഇരിക്കാനൊരാസനം കൊടുത്തു. നല്ലൊരു മരക്കഷ്ണമൊക്കെ അവനോൻ തന്നെ എടുത്തിട്ട് അത്ര സന്തോഷമായേ. തതോതി ഹർഷാൽ സുഗ്രീവ സമാഗമ്യ രഘുത്തമം വൃക്ഷശാഖാം സ്വയം ചിത്വാ വിഷ്ടരായ ദദൗ മുദ. പിന്നെയോ മരത്തിൻ്റെ ഒരു ശാഖയൊക്കെ മുറിച്ചെടുത്ത് നല്ലൊരു പലക പോലെ ഉണ്ടാക്കി കൊടുത്തു. ഹനുമാൻ ലക്ഷ്മണ യാദാൽ സുഗ്രീവായ ച ലക്ഷ്മണ ഹർഷേണ മഹതാവിഷ്ടാ സർവ ഏവാവതസ്ഥിരേ. ഹനുമാൻ ലക്ഷ്മണനും ലക്ഷ്മണ സുഗ്രീവായ ച, അതായത് ലക്ഷ്മണൻ സുഗ്രീവനും ദാനം ചെയ്തു. അതായത് ഹനുമാൻ ലക്ഷ്മണൻ സുഗ്രീവനും ദാനം ചെയ്തു. സർവേ ഏവ സർവരും മഹതാ ഹർഷേണ ആവിഷ്ട, എല്ലാവരും സന്തോഷത്തോടുകൂടി ഇരുന്ന് ഇരുന്നു. എല്ലാവർക്കും സന്തോഷമായി. കാരണം ഒരാൾ സഹായിക്കാൻ വരികയെന്നും പിന്നെ എന്താണ് സുഗ്രീവന് മനസ്സിലായി. കാരണം ഈ പേടിച്ചിട്ട് ഈ ഹൃഷ്യമൂകാചലത്തുനിന്ന് പുറത്തേക്ക് പോകാൻ പറ്റില്ല ആർക്ക്, സുഗ്രീവനെ. ബാലി വന്ന് കൊല്ലും. ബാലി എത്രയോ അധികം ബലവാനാണ് സുഗ്രീവനേക്കാളി. അപ്പോൾ ബാലി വന്നു കൊല്ലും. അത് കാരണം മൂകാചലത്തുനിന്ന് പുറത്തൊക്കെ ഇറങ്ങാൻ വയ്യാതെ പാവം ഇരിക്കുക. അപ്പോൾ ഒരാൾ സഹായിക്കാൻ വന്നവ സന്തോഷമാവുമല്ലോ. ഹനുമാൻ ലക്ഷ്മണായാദാൽ സുഗ്രീവായ ച ലക്ഷ്മണ ഹർഷേണ മഹതാവിഷ്ടാ സർവയേവാവത സ്ഥിരേ. ഇനി ലക്ഷ്മണസ്തു അബ്രവീൽ സർവം രാമവൃത്താന്തമാദിതഃ വനവാസാഭിഗമനം സീതാഹരണമേവ ച. ലക്ഷ്മണനാകട്ടെ വനവാസാഭിഗമനം, ഈ വനവാസത്തിനുള്ള വന്ന കാരണവും വനവാസം അനുഷ്ഠിക്കുന്നതിനുള്ള കാരണവും സീതാഹരണം ഏവാച, സീതയെ അപഹരിച്ചതും ആദിതഃ രാമവൃത്തം സർവം അബ്രവീത്, ആദ്യം തൊട്ട് ശ്രീരാമൻ്റെ ഇതുവരെ ആ കഥയൊക്കെ പറഞ്ഞു കൊടുത്തു. ലക്ഷ്മണൻ എന്താ പറയണത്, പിന്നെ സുഗ്രീവനോട് ഇങ്ങനെ എന്തിനാണ് ഇവർ വനവാസത്തിനായിട്ട് വന്നതെന്നും സീതയെ ഇങ്ങനെ അപഹരിക്കപ്പെട്ട കാര്യവും അങ്ങനെ ശ്രീരാമൻ്റെ ഇതുവരെയുള്ള ചരിത്രം മുഴുവൻ ഇതുവരെ കഴിഞ്ഞോടത്തോളം സുഗ്രീവനോട് പറഞ്ഞു കൊടുത്തു. ലക്ഷ്മണസ്ത്വബ്രവീത് സർവം രാമവൃത്താന്തമാദിതം വനവാസാഭിഗമനം സീതാഹരണമേവ ച. 35-36 കേട്ടോ. ലക്ഷ്മണോക്തം വചശ്രുത്വാ സുഗ്രീവോ രാമമബ്രവീത് അഹം കരിഷ്യേ രാജേന്ദ്ര സീതായാഃ പരിമാർഗണം സാഹായ്യമപി തേ രാമ കരിഷ്യേ ശത്രുഘാതിന ശൃണു രാമ മയാ ദൃഷ്ടം കിഞ്ചിത്തേ കഥയാമ്യഹം. ലക്ഷ്മണോക്തം വചഃ ശ്രുത്വ, ലക്ഷ്മണൻ പറഞ്ഞ ആ കഥയൊക്കെ കേട്ടിട്ട്, അതായത് ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് കേട്ടിട്ട് സുഗ്രീവ രാമം അബ്രവീത്, സുഗ്രീവൻ രാമനോട് പറഞ്ഞു, രാജേന്ദ്ര സീതായാഃ പരിമാർഗണം അഹം കരിഷ്യേ. ഹേ രാജാവേ, രാജശ്രേഷ്ഠ, സീതയുടെ അന്വേഷണം ഞാൻ ഏറ്റെടുക്കാം. ശത്രുഘാതിനഃ തേ, ശത്രുവിനെ വധിക്കാൻ അങ്ങയ്ക്ക് വളരെ കഴിവുള്ള ആളാണ്. അങ്ങയ്ക്ക് സാഹായം അഭി കരിഷ്യേ, അതായത് രാവണനെ വധിച്ച് സീതയെ കണ്ടുകിട്ടാനേ, അതായത് സീത അന്വേഷിച്ച് കണ്ടുപിടിക്കാം, എന്നിട്ട് പിന്നെ സീതയെ തിരിച്ചു കിട്ടണം. അപ്പം ആ ശത്രുവിനെ വധിക്കാനും സഹായം ചെയ്യാൻ. രാമ ശൃണു, ഹേ രാമ കേട്ടാലും, മയാ ദൃഷ്ടം കിഞ്ചിൽ, എന്നാൽ ദർശിക്കപ്പെട്ടൊരു സംഗതി, ഞാനൊരു കാര്യം കണ്ടു. അഹംത്തെ കഥയാമി, ഞാൻ അങ്ങോട്ട് കഥിക്കാമെന്ന്. ഇങ്ങോട്ട് സഹായമൊന്നും ചോദിച്ചിട്ടില്ല കേട്ടോ, അപ്പം അങ്ങോട്ട് സഹായിക്കാം എന്ന് തന്നെ പറഞ്ഞിട്ടുള്ളൂ. ലക്ഷ്മണൻ പറഞ്ഞ ആ വിസ്തരിച്ചൊക്കെ പറഞ്ഞല്ലോ എല്ലാം. അതൊക്കെ കേട്ടിട്ട് സുഗ്രീവൻ രാമനോട് എന്താ പറഞ്ഞ്, ഹേ രാമചന്ദ്ര മഹാരാജാവേ, സീത ഏത് ദിക്കിലാണ് ഇരിക്കണമെന്നൊക്കെ ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം. എന്നിട്ട് ആരാണ് സീതയെ അപഹരിച്ചത്, ആ അസുരനെ, ആ രാക്ഷസനെ വധിക്കാൻ അങ്ങയ്ക്ക് വേണ്ട സഹായമൊക്കെ ചെയ്യാം. ഹേ രാമ, ഒരു കാര്യം ഉണ്ടായി, ഞാൻ ഒരു സംഗതി കണ്ടു, ഞാനൊരു സംഗതി കാണാൻ ഇടയായി, അത് ഞാൻ അങ്ങോട്ട് പറയാണ്.
ലക്ഷ്മണോക്തം വച ശ്രുത്വാ സുഗ്രീവോ രാമമബ്രവീദ് അഹം കരിഷ്യേ രാജേന്ദ്ര സീതായാഹ പരിമാർഗണം സാഹായ്യമപി തേ രാമ, സഹായം ചെയ്യാന്ന, കരിഷ്യേ ശത്രുഘാതിന ശൃണു രാമ മയാ ദൃഷ്ടം കിഞ്ചിത്ത് ഏകഥയാമ്യഹം. എനിക്ക് ഒരു കാര്യം കാണാനുള്ള ഇടണ്ടായി, ഒരു സംഗതി ഉണ്ടായി, അത് ഞാൻ അങ്ങോട്ട് പറയട്ടെ. 37, 38, 39, 40 ഒന്നിച്ച് ഞാൻ അത് പറയണ എന്താണ് ഈ സീതയുടെ ആഭരണം കാണുമല്ലോ, അതൊക്കെ പറയും. ഏകദാ മന്ത്രിഭി സാർദ്ധം സ്ഥിതോഹം ഗിരിമൂർധനി വിഹായ സാ നീയമാനാം കേനചിൽ പ്രമദോത്തമാം ക്രോശന്തി രാമരാമേതി ദൃഷ്ട്വാസ്മാൻ പർവ്വതോപരി ആമുച്ചാഭരണാന്യാശു സ്വോത്തരീയേണ ഭാമിനി നിരീക്ഷ്യാഥ പരിത്യജ്യ ക്രോശന്തി തേന രക്ഷസ നീതാഹം ഭൂഷണാന്യാശു ഗൃഹായാം അക്ഷിപം പ്രഭോ ഇദാനീമപി പശ്യത്വം ജാനീഹി തവ വാ നവ ഇത്യുക്ത്വാനീയ രാമായ ദർശയാമാസ വാനര. ഏകദാ മന്ത്രിഭിഹി സാർത്ഥം മീൻസ് ഒരിക്കൽ മന്ത്രികളോടൊക്കെ കൂടി, അതായത് സുഗ്രീവൻ മന്ത്രിമാരോട് കൂടി ഗിരിമൂർധനി സ്ഥിത ഈ പർവ്വത ശിഖരത്തിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ വിഹായസ കേനചൽ നിയമാനാം പ്രമദോത്തമ, അപ്പം ആകാശത്ത് ഇങ്ങനെ പർവ്വത ശിഖരത്തിൽ ഇരിക്കുമ്പോൾ ആകാശത്ത് കൂടെ ഏതോ ഒരാളാൽ അപഹരിക്കപ്പെട്ടു കൊണ്ടുപോകുന്ന ഒരു സ്ത്രീയെ കണ്ടു ഞാൻ. പ്രമദോത്തമ, നല്ല ഉത്തമ സ്ത്രീയെ. അപ്പം അങ്ങനെ ഒരു വിമാനത്തിൽ അങ്ങനെ ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ ആകാശത്ത് കൂടെ ഒരു വിമാനത്തിൽ ഉത്തമമായിട്ടുള്ളൊരു സ്ത്രീ ആരോ അപഹരിച്ച് കൊണ്ടുപോണത് കണ്ടു. ആ സ്ത്രീ, അതിൽ ആ വിമാനത്തിലിരിക്കുന്ന സ്ത്രീ രാമ രാമ ഇതി ക്രോശന്തി സ. ആ സ്ത്രീ രാമ രാമ എന്നിങ്ങനെ ഉറക്കം നിലവിളിക്കുന്നുണ്ട്. പർവ്വതോപരി അസ്മാൻ ദൃഷ്ട്വ, പർവ്വതത്തിൻ്റെ ഈ ശിഖരത്തിൽ ഞങ്ങളെ കണ്ടിട്ട്, അസ്മാൻ ദൃഷ്ട്വ വെച്ചാൽ ഞങ്ങളെ കണ്ടിട്ട്, ആഭരണാനി ആമുച്യ, വേഗം ആഭരണങ്ങളെയൊക്കെ അഴിച്ചിട്ട് സ്വോത്തരീയേണ ബദ്ധ്വ, തൻ്റെ ഉത്തരീയം കൊണ്ട്, അതായത് ഇപ്പോൾ മേലിടുന്ന ഒരു മുണ്ട് അതിൽ കെട്ടിയിട്ട്, സ്വോത്തരീയേണ ബദ്ധ്വ, അതെ തൻ്റെ ഉത്തരീയത്തിൽ ആ മേൽമുണ്ടിൽ കെട്ടിയിട്ട്, ഭാമിനി മീൻസ് ആ ഉത്തമ സ്ത്രീ, നിരീക്ഷ്യ ഞങ്ങളെ കണ്ടിട്ട്, അധ പരിത്യജ്യ അത് ഞങ്ങൾക്ക് കാണാൻ തക്കോണം ആ ആഭരണങ്ങൾ അഴിച്ച് ഒരു മേൽമുണ്ടിൽ കെട്ടിയിട്ട് അത് താഴത്തേക്ക് ഞങ്ങൾ കാണാൻ തക്കോണം താഴത്തേക്ക് ഇട്ടു. അധ പരിത്യജ്യാന്ന്, അഥാച്ച താഴത്തേക്ക് അല്ലേ, താഴത്തേക്ക് ഇട്ടിട്ട് ക്രോശന്തി കരയുന്നവളായിട്ട്, രക്ഷസാനീത രക്ഷസിനാൽ അപഹരിക്കപ്പെട്ടു. അതായത് രക്ഷസ് കൊണ്ടുപോയിണ്ടാവുള്ളത് ചെയ്യുമ്പോൾ എന്താണ്, അവൾ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അത് ചെയ്തതേ. അതായത് ഷീ വാസ് അപഹരിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഇത് താഴത്തേക്ക് ഇട്ടു ഞങ്ങളെ കാണണം വിചാരിച്ചിട്ട്. പ്രഭോ ഭൂഷാണാനി അഹം ആശു ഗുഹായാം അക്ഷിപം, ഞാൻ ആ ഭൂഷണങ്ങളൊക്കെ, ഭൂഷാണാനി വെച്ചാൽ ഭൂഷണങ്ങളെ, ഭൂഷണാനി എന്നല്ല തോന്നുന്നുണ്ട്, ഭൂഷാണാനി കുറേ ഉണ്ടാവേ, അതാണ്. അപ്പോൾ പിന്നെ ഭൂഷാണാനി അഹം ആശു ഗുഹായാം അക്ഷിപ, ഞാൻ ആ ഭൂഷണങ്ങളെ ആഭരണങ്ങളെയൊക്കെ ഞാൻ വേഗം ഗുഹയിൽ സൂക്ഷിച്ചു വെച്ചു. ഇതാനും അഭിത്വം പശ്യ, ഇപ്പം തന്നെ അങ്ങ് നോക്കൂ അതൊക്കെ സീതയാണോന്നേ, അതായത് അങ്ങയുടെ പത്നിയുടെ ആണോന്ന്. തവ വാ ന വാ ജാനീഹി, അപ്പം അങ്ങയുടെ പത്നിയുടെ ആണോ അല്ലയോ എന്ന് നമുക്കറിയാലോ. ഇതി ഉക്ത്വ, സീതയുടെ ആഭരണങ്ങളാണെങ്കിൽ ശ്രീരാമനെ കണ്ടറിയൂലോ. ഇതി ഉക്ത്വ എന്ന് പറഞ്ഞിട്ട് ആനീയ അത് വേഗം പോയി കൊണ്ടുവന്നു ഗുഹയെന്ന്. വാനരഹ രാമായ ദർശയാമാസ, എന്നിട്ട് സുഗ്രീവൻ അത് രാമന് കാണിച്ചു കൊടുത്തു എന്ന്. അതായത് ഒരു ദിവസം മന്ത്രിമാരോടുകൂടി സുഗ്രീവൻ പറയാൻ കേട്ടോ, ഒരു ദിവസം മന്ത്രിമാരോടുകൂടി ഞാൻ ഈ പർവ്വത ശിഖരത്തിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഏതോ ഒരു രാക്ഷസൻ ആകാശത്ത് കൂടെ ഒരു ഉത്തമ സ്ത്രീയെ അപഹരിച്ച് കൊണ്ടുപോകണത് കണ്ടു. ആ സ്ത്രീ രാമ രാമ എന്നിങ്ങനെ വിളിച്ച് കരയുന്നുണ്ട്. അപ്പോൾ അവൾ പർവ്വതത്തിൻ്റെ മുകളിൽ ഞങ്ങളെ കണ്ടപ്പോൾ സ്വന്തം ആഭരണങ്ങളൊക്കെ ഉടനെ അഴിച്ച് ഉത്തരീയത്തിൽ, അതായത് മേൽമുണ്ടിൽ പൊതിഞ്ഞ് ഞങ്ങൾ കാണാൻ തൊക്കോണം അത് താഴത്തേക്ക് ഇട്ടു.
ആ രാക്ഷസൻ കരഞ്ഞുകൊണ്ടിരിക്കണ അവളെ കൊണ്ടുപോവുകയും ചെയ്തു. ഞാൻ വേഗം ആഭരണങ്ങളൊക്കെ എടുത്തിട്ട് ഗുഹയിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതിപ്പം തന്നെ ഞാൻ അങ്ങേക്ക് കാണിച്ചു തരാം, അത് നോക്കൂ. അപ്പോൾ അങ്ങയുടെ പത്നിയുടെ ആണോ അല്ലേന്ന് നമുക്ക് തീർച്ചയാവുമല്ലോ എന്ന് പറഞ്ഞ് വേഗം സുഗ്രീവൻ അതൊക്കെ എടുത്തു കൊണ്ടുവന്ന് ശ്രീരാമനെ കാട്ടിക്കൊടുത്തു. ഏകദാ മന്ത്രിഭിः സാർദ്ധം സ്ഥിതോഹം ഗിരിമൂർധനി വിഹായ സാ നീയമാനാം കേനജിൽ പ്രമദോത്തമാം ക്രോശന്തി രാമ രാമേതി ദൃഷ്ട്വാസ്മാൻ പർവ്വതോപരി ആമുച്യാഭരണാന്യാശു സ്വത്വരീയേണ ഭാമിനി നിരീക്ഷ്യാഥ പരിത്യജ്യ ക്രോശന്തി തേന രക്ഷസ നീതാഹം ഭൂഷാണാന്യാശു ഗുഹായാമക്ഷിപം പ്രഭോ ഇദാനീമപി പശ്യത്വം ജാനീഹി തവ വാ ന വാ ഇത്യുക്ത്വാനീയ രാമായ ദർശയാമാസ വാനരാ. ഐമിനി 41. വിമുച്യ രാമസ്തദ്ദൃഷ്ട്വാ ഹാ സീതേതി മുഹുർമുഹു ഹൃദി നിക്ഷിപ്യ തൽസർവം രുരോധ പ്രാകൃതോ യഥാ. രാമഃ തദ് വിമുച്യ ദൃഷ്ട്വാ, രാമൻ അതിനെ അഴിച്ചു നോക്കിയിട്ട്, വിമുച്യ മീൻസ് കെട്ടിട്ടിരിക്കല്ല, ആ തുണി അഴിച്ചു നോക്കിയിട്ട് ഹാ സീതേ ഇതി മുഹുമുഹു, ഹാ സീതയെന്ന് പിന്നെയും പിന്നെയും പറഞ്ഞിട്ട് തൽ സർവസ്വം ഹൃദി നിക്ഷിപ്യ, അതിനെ മാറോടണച്ച്, ആ ആഭരണങ്ങളെ മാറോടണച്ച് പ്രാകൃതേ യഥാരുരോധ, സാധാരണക്കാരെ പോലെ കരഞ്ഞു. ആ ശരിക്കും ഭഗവാൻ മനുഷ്യനായിട്ട് തന്നെ അഭിനയിക്കുകയാണല്ലോ. അപ്പോൾ രാമൻ ആ തുണി കെട്ട അഴിച്ച് നോക്കിയിട്ട്, ആ ആഭരണങ്ങൾ നോക്കിയിട്ട്, അതിൻ്റെ ഉള്ളിലുള്ള സീതയുടെ ആഭരണങ്ങൾ നോക്കിയിട്ട് ഹാ സീതയെ എന്ന് ഉറക്കെ വിളിച്ച്, സീതയെന്ന് മനസ്സിലായി, ആ ആഭരണങ്ങളെ മാറോടണച്ച് സാധാരണ നമ്മളെപ്പോലെ അജ്ഞന്മാരായിട്ടുള്ള ആൾക്കാരെ പോലെ കരയാൻ തുടങ്ങി. വിമുച്യ രാമസ്തദ്ദൃഷ്ട്വാ ഹാ സീതേതി മുഹുർമുഹു ഹൃദി നിക്ഷിപ്യ തത്സർവം രുരോധ പ്രാകൃതോ യഥാ. 42. ആശ്വാസ്യ രാഘവം ഭ്രാതാ ലക്ഷ്മണോ വാക്യമബ്രവീദ് അചിരേണൈവ തേ രാമ പ്രാപ്സ്യതേ ജാനകീ ശുഭാ വാനരേന്ദ്രസഹായേന ഹത്വാ രാവണമാഹവേ. ഭ്രാതാ ലക്ഷ്മണ രാഘവം ആശ്വാസ്യ. അപ്പം അനിയനായിട്ടുള്ള ലക്ഷ്മണൻ ശ്രീരാമനെ ആശ്വസിപ്പിച്ചിട്ട് വാക്യം അബ്രവീദ്, ഇങ്ങനെ പറഞ്ഞു, വാക്യത്തെ പറഞ്ഞു. വാനരേന്ദ്ര സഹായേന രാവണം ആഹവേ ഹത്വ. ഈ സുഗ്രീവൻ്റെ വാനര രാജാവിൻ്റെ സഹായത്തോട് നമുക്ക് രാവണനെ വേഗം പോയി വധിച്ചിട്ട് ശുഭജാനകി ശോഭനയായ സീതയെ അജിരേണ ഏവ രാമ തേ പ്രാപ്സ്യതേ, അങ്ങക്ക് വേഗം സീതയെ തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞു, സമാധാനിപ്പിക്കുകയാണ്. അപ്പോൾ ലക്ഷ്മണൻ ശ്രീരാമനെ ആശ്വസിപ്പിച്ചിട്ട് പറഞ്ഞു, ഹേ ശ്രീരാമ ഭഗവാനെ, അധികം താമസിക്കാതെ തന്നെ ഈ വാനര രാജാവായിട്ടുള്ള സുഗ്രീവൻ്റെ സഹായം കൊണ്ട് നമുക്ക് രാവണനെ യുദ്ധത്തിൽ, ആ രാക്ഷസനെ സീതയെ അപഹരിച്ച രാക്ഷസനെ നമുക്ക് യുദ്ധത്തിൽ വധിച്ചിട്ട് നമുക്ക് സീതയെ തിരിച്ച് അങ്ങക്ക് വേഗം കിട്ടും എന്ന് സമാധാനിപ്പിച്ചു. ആശ്വാസ്യ രാഘവം ഭ്രാതാ ലക്ഷ്മണോ വാക്യമബ്രവീദ് അചിരേണൈവ തേ രാമ പ്രാപ്സ്യതേ ജാനകീ ശുഭാ വാനരേന്ദ്ര സഹായേന ഹത്വാ രാവണമാഹവേ. സുഗ്രീവോപ്യാഹ ഹേ രാമ പ്രതിജ്ഞം കരവാണി തേ സമരേ രാവണം ഹത്വാ തവ ദാസ്യാമി ജാനകിം. സുഗ്രീവ അഭി ആഹ. അപ്പം സുഗ്രീവനും പറഞ്ഞു വേഗം, ഹേ രാമ, ഹേ രാമചന്ദ്ര ഭഗവാനെ, രാജാവേ, സമരേ രാവണം ഹത്വ, യുദ്ധത്തിൽ രാവണനെ കൊന്ന് ജാനകിയും തവ ദാസ്യാമി, ജാനകിയെ ഞാൻ അങ്ങയ്ക്ക് ദാനം ചെയ്തോളാം. പ്രതിജ്ഞാം തേ കരവാണി, ഞാൻ എന്താ പ്രതിജ്ഞ ചെയ്യണമെന്ന് പറഞ്ഞു. അഗ്നിസാക്ഷിയായിട്ട് കേട്ടോ, മുമ്പിൽ വിളക്ക് കൊളുത്തിരുന്നു. സുഗ്രീവനും രാമനോടപ്പ പറഞ്ഞു, ഹേ രാമ, യുദ്ധത്തിൽ രാവണനെ വധിച്ച് സീതയെ ഞാൻ അങ്ങയ്ക്ക് തരാമെന്ന് ഞാൻ എന്താ പ്രതിജ്ഞ ചെയ്യണമെന്ന്. സീതയെ കണ്ടുപിടിച്ച് രാവണനെ വധിച്ച് ഞാൻ അങ്ങയ്ക്ക്, അല്ലെങ്കിൽ സഹായിക്കാം എന്നുള്ള നിലയ്ക്ക് സീത അങ്ങയ്ക്ക് തിരിച്ചു തന്നോളാം എന്ന് പറഞ്ഞു.
സുഗ്രീവോപ്യാഹേ രാമ പ്രതിജ്ഞം കരവാണിതേ സമരേ രാവണം ഹത്വാ തവ ദാസ്യാമി ജാനകി. 44 45 കൂടി ചെയ്ത് നിർത്താം. തതോ ഹനുമാൻ പ്രജ്വാല്യ തയോരഗ്നിം സമീപത താവുഭൗ രാമസുഗ്രീവാവഗ്നൗ സാക്ഷിണി തിഷ്ഠതി ബാഹുപ്രസാര്യ ചാലിംഗ്യ പരസ്പര അകൽമഷൗ സമീപേ രഘുനാഥസ്യ സുഗ്രീവ സമുപാവിശത്. അവർ സഖ്യം ചെയ്തു. അതാണ് തഥാ ഹനുമാൻ, അനന്തരം ഹനുമാൻ തയോഹോ സമീപത, അവരുടെ രണ്ടുപേരുടെ സമീപത്തിൽ അഗ്നിം പ്രജ്വാല്യ, അഗ്നി ജ്വലിപ്പിച്ചിട്ട് അഗ്നൗ സാക്ഷിണി തിഷ്ഠതി സതി, അഗ്നിസാക്ഷിയായിട്ട് ഇരിക്കും. അങ്ങനെയുള്ള അഗ്നിസാക്ഷിയായിട്ടുള്ള വിഷയത്തിൽ, അഗ്നിസാക്ഷിയായിക്കൊണ്ടുള്ള വിഷയത്തിൽ രാമസുഗ്രീവൗ തൗ ഉഭൗ, രാമനും സുഗ്രീവനും രണ്ടുപേരും അകൽമഷൗ, അതായത് കൽമഷമില്ലാത്ത പറഞ്ഞാൽ യാതൊരു ചിന്തകളും ഇല്ലാതെ അല്ലെങ്കിൽ ചീത്ത ഉദ്ദേശങ്ങളൊന്നുമില്ലാതെ ആ രണ്ടുപേരും അകൽമഷന്മാരായിട്ട്, ഒരു കാപട്യമില്ലാതെ ബാഹുപ്രസാര്യ, രണ്ടു കൈകളെയും പരത്തിയിട്ട് പരസ്പരം അന്യോന്യം ആലിംഗനം ചെയ്ത് രഘുനാഥസ്യ സമീപേ, രഘുനാഥൻ്റെ സമീപത്തിൽ സുഗ്രീവ സമുപാവിശത്, സുഗ്രീവൻ സമുപവേശിച്ചു വെച്ചാൽ ഉടനെ ഹനുമാൻ വേഗം അഗ്നി ജ്വലിപ്പിച്ചു. അഗ്നിസാക്ഷിയായിട്ട് സഖ്യം ചെയ്തോട്ടെ വെച്ചിട്ടേ, അഗ്നിസാക്ഷിയായിട്ട് രാമസുഗ്രീവന്മാർ രണ്ടുപേരും നല്ല മനഃശുദ്ധിയോടുകൂടി അന്യോന്യം ആലിംഗനം ചെയ്തു. സുഗ്രീവൻ ശ്രീരാമൻ്റെ അടുത്ത് ഇരുന്നു എന്ന് പറഞ്ഞ് നമുക്കിവിടെ നിർത്താം ഇന്ന് ഇത് വായിച്ചിട്ട്. തതോ ഹനുമാൻ പ്രജ്വാല്യ തയോരഗ്നിം സമീപത താവുഭൗ രാമസുഗ്രീവാവഗ്നൗ സാക്ഷിണി തിഷ്ഠതി ബാഹുപ്രസാര്യ ചാലിംഗ്യ പരസ്പര മകൽമഷൗ സമീപേ രഘുനാഥസ്യ സുഗ്രീവ സമുപാവിശത്. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഗുരുവായൂരപ്പ ശരണം.